ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു വെൽക്കം ടു കരിവീട്. അപ്പോൾ ഇന്ന് പിന്നെയും ഒരു ഡിന്നർ സമയം. അപ്പോൾ എളുപ്പത്തിന് ഉണ്ടാക്കുന്ന ഒരു പൊട്ടറ്റോ കറി. ഇപ്പോൾ നമുക്ക് ധൃതിയുള്ളപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഓഫീസിൽ നിന്ന് വന്നിട്ട് എങ്ങനെയാണെങ്കിലും എളുപ്പത്തിന് പട്ടപ്പെട്ടാന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി. ഇനി അടുത്തത് നമുക്ക് പാൻ വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ ചൂടായി. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ റിഫൈൻഡ് ഓയിലോ എന്തെങ്കിലും ഒഴിക്കാം. എണ്ണ ചൂടായി. അപ്പം നമുക്ക് ആദ്യം കടുകിടാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഹോൾ സ്പൈസസും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വറ്റൽ മുളക് പൊട്ടിച്ചിടാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ കുറച്ച് വഴണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതിട്ട് കൊടുക്കാം. ഇട്ടിട്ട് വഴറ്റണം. നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. മസാല ചേർത്തിട്ട് ഒന്ന് വഴറ്റുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാവണം. അപ്പോൾ ഇപ്പോൾ മസാല ഒക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. അരിഞ്ഞു വെച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ടൊമാറ്റോ ഒന്ന് ഇതിനകത്ത് വഴണ്ട് വന്നോട്ടെ. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ടൊമാറ്റോ വഴണ്ട് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. വേണമെങ്കിൽ പച്ചവെള്ളം ഒഴിക്കാം, പക്ഷേ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ബെറ്റർ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇത് അടച്ച് വേവിക്കാം. നമുക്കിതൊരു 10 മിനിറ്റോളം വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഗ്രേവി തിളച്ച് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. മൊത്തം 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തുറന്ന് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഗ്രേവിയും തിക്കായിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. പക്ഷേ ഇത് ഓഫ് ചെയ്തിട്ട് വേണം ഒഴിക്കാം. അതോ ക്രീം വേണമെങ്കിൽ അതും ആഡ് ചെയ്യാം. പക്ഷെ ഞങ്ങളിവിടെ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയ, പിന്നെ നമ്മുടെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ പെപ്പർ, പിന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിയും പൊറോട്ടയും ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് കഴിക്കാം. നല്ല ഒരു പൊട്ടറ്റോ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ചുടാം. ഞാൻ കുറച്ച് ബട്ടർ അപ്പോൾ നമുക്ക് നമ്മുടെ പൊട്ടറ്റോ കറി സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതുമായിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാൽ ഞങ്ങൾ ഇതേപോലെ പിന്നെയും വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ കറിവീട് സൈനിങ് ഔട്ട്.